നമസ്കാരം. ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ പ്രേക്ഷകർ പല വീഡിയോയുടെയും താഴെ വന്ന് കമൻറ്റായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ ഗ്രോ ബാഗൊക്കെ കൃഷി ചെയ്യുമ്പം അതിനകത്ത് ഇപ്പം പച്ചമുളക് നടുമ്പോൾ, അതേപോലെ വെണ്ട നടുമ്പോൾ, അതുപോലെ എന്തും പയർ ഇതൊക്കെ നടുമ്പോൾ ഒരു ഗ്രോ ബാഗിൽ നമ്മൾ പരമാവധി എത്ര തൈകൾ വീതം നടാൻ പറ്റും എന്ന്. അതുപോലെ തക്കാളിയൊക്കെ നടുമ്പം 2 നടണോ 3 നടണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ ആ സംശയങ്ങളെല്ലാം ഒറ്റ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇത്തവണ തയ്യാറാക്കുകയാണ്. ഓരോ കൃഷിയും നമ്മൾ അതുകൂടാതെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെ ഗ്രോ ബാഗ് തയ്യാറാക്കുന്ന 2-3 വിധത്തിൽ തയ്യാറാക്കുന്ന വിധം നമ്മൾ വീഡിയോ ആക്കിയിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്രോ ബാഗുകൾ തയ്യാറാക്കാൻ അറിയാത്തവർ അതും കൂടി ഒന്ന് കാണുക. പിന്നെ മറ്റൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. സാധാരണ നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന ആളുകൾ ചോദിക്കാറുണ്ട് വിത്തുകളൊക്കെ കൊടുക്കാൻ പറ്റുമോ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഈ വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കിട്ടുക മറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെയാണ്. ഈ ഷോപ്പുകളുടെയൊക്കെ വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ അവർ വിത്തുകളും കാര്യങ്ങളൊക്കെ തരും. പക്ഷേ ഇപ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിന് കൊതുകുണ്ട്. ഓക്കെ, എൻ്റെ ചാനലിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 40,000 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷോപ്പുകാരൊന്നും അധികമൊന്നും വീഡിയോ എടുക്കാൻ നമ്മളെ വിളിക്കാറില്ല. കാരണം ഈ സാധാരണഗതിയിൽ ഈ 1,00,000 മുകളിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളെയാണ് അവർ വിളിക്കാറുള്ളത്. പക്ഷേ എന്തോ ഞാനിപ്പോൾ കൃഷി സംബന്ധമായ വീഡിയോ ഇട്ടിട്ട് 1 വർഷമാകുന്നു. എന്നിട്ടും എൻ്റെ ചാനൽ ഇപ്പോഴും 40,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് നിൽക്കുകയാണ്. വീഡിയോയ്ക്കെല്ലാം നല്ല വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആളുകളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തോ മടി കാണിക്കുന്നു. പക്ഷേ മിക്ക ആളുകളും എൻ്റെ വീഡിയോകളെല്ലാം കാണുന്നുമുണ്ട്. കാരണം ഏതൊരു വീഡിയോ ഇട്ടാലും 50,000 60,000 വ്യൂ പോകുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രശ്നമല്ല, ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് എന്തോ ചെയ്യുന്നില്ല. ഇനി എൻ്റെ വീഡിയോയുടെ പോരായ്മയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങളോട് റിക്വസ്റ്റാണ്, ദയവ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്കൊരു 1,00,000 മുകളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്പോൺസർ വീഡിയോ ഒക്കെ, അതായത് മറ്റ് ഷോപ്പുകാരുടെയൊക്കെ വീഡിയോകൾ പോയി ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകൾക്ക് അവരെ വിത്തുകളും അതൊക്കെ കോംപ്ലിമെൻ്റായിട്ട് തരുന്നതാണ്. അപ്പോൾ അങ്ങനെ വിത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പം ദയവ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ അതുകൂടാതെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ, കാരണം യൂട്യൂബ് വീഡിയോ ഒക്കെ വൈറലാകണമെന്നുണ്ടെങ്കിൽ ഷെയർ മെയിനാണ്. അപ്പം നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റുകൾ അതൊക്കെ ഒന്ന് ചെയ്യുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. കാരണം ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഈ യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഒന്നും വാരിക്കൊക്കെയൊന്നും തരികയില്ല. നമ്മളൊരു 10 ലക്ഷം വ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു $100 ഒരു മാസം $100-150 നമുക്ക് വരുന്നത്, നമുക്ക് അക്കൗണ്ടിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം വീഡിയോകൾ കാണുന്നത് കൂട്ടാതെ ഞങ്ങളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക. വാട്സാപ്പിലോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ വ്യൂ വരും. വ്യൂ വരുമ്പോൾ ചാനൽ ഒന്ന് ഡെവലപ്പ് ആവും. അപ്പോൾ അതിൻ്റെ വീഡിയോകളുടെ ക്വാളിറ്റി കൂടും. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ സ്പോൺസർഷിപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വിത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനും പറ്റും, അയച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ദയവ് ചെയ്തിട്ട് അങ്ങനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. നമ്മൾ ആദ്യമേ നോക്കേണ്ടത് ഗ്രോ ബാഗിൻ്റെ സൈസ് നോക്കണം. കാരണം പ്രധാനമായിട്ടും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 സെൻറ്റ് ഹൈറ്റും 24 × 24 സെൻറ്റ് വിഡ്ത്തുമുള്ള ഗ്രോ ബാഗാണ് നമ്മൾ വാങ്ങേണ്ടത്. കാരണം ഏത് കൃഷിക്കും സ്യൂട്ടായിട്ടുള്ളൊരു സൈസാണ് ഇത്. പിന്നെ നമ്മൾ പാവൽ നടുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, പാവലെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വള്ളി പോലെ മുകളിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട്ടിൽ അങ്ങനെ അങ്ങനെ കിടക്കുന്ന അങ്ങനെയൊന്നും കുഴപ്പങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഞാനൊക്കെ നടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചൂട് വീതമാണ്. അതായത് 3 തൈകളാണ് പാവൽ കിടന്ന ഗ്രോ ബാഗ് ഞാൻ നടുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് അളവിൽ. ഇത് കണ്ടില്ലേ, ഞാനിപ്പം കിളിച്ച് നട്ടേക്കുന്നത് 3 എണ്ണമാണ്. ഇപ്പം പുതിയ ബാച്ച് ഇപ്പം മുളച്ച് വരുന്നതാണ്. 3 എണ്ണം കൃത്യമായിട്ടുണ്ട്. പിന്നെ നമ്മൾ വിത്തുകൾ പാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 4 വിത്തുകൾ വീതം വേണം പാകാൻ. 4 എണ്ണം പാകിയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 എണ്ണമെങ്കിലും കിളിച്ച് വരാൻ സാധ്യതയുണ്ട്. കാരണം 4 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ 4 എണ്ണം ഒന്നിച്ച് കിളിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വിത്തുകൾ മുളപ്പിച്ചതിന് ശേഷം തൈകൾ നടുകയാണെങ്കിൽ 3 എണ്ണം മതി പരമാവധി. പക്ഷേ വിത്ത് പാകുകയാണെങ്കിൽ 4 വേണമെങ്കിൽ 5 കിട്ടോ കുഴപ്പമില്ല. പക്ഷേ കിളിച്ച് എല്ലാം മുളച്ച് വരികയാണെങ്കിൽ അത് 2 എണ്ണം പിഴുതു മാറ്റിയേക്കാം. ഇത് പയറാണ്. പയറെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗ്രോ ബാഗിലും ഞാൻ പരമാവധി 3 എണ്ണം വീതമാണ് നടുന്നത്. നമ്മൾ വിത്തുകൾ പാകി കിളിപ്പിക്കുകയാണെങ്കിൽ 5 എണ്ണം വീതം പാകണം. കാരണം എല്ലാം മുളച്ച് വരണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മുളപ്പിച്ചിട്ട് പാകുകയാണെങ്കിൽ ഇത് ഞാൻ മുളപ്പിച്ചിട്ട് നട്ടതാണ്. അതുകൊണ്ട് ഞാൻ കൃത്യം 3 എണ്ണം ഇതാണ്. ഇതെല്ലാം മുളച്ചതിന് ശേഷം നട്ടതുകൊണ്ട് തന്നെ
എല്ലാം തന്നെ കൃത്യമായിട്ട് കറക്റ്റ് അളവിൽ തന്നെയുണ്ട് 3 വീതം. നമ്മൾ അതല്ലാതെ ഈ നേരിട്ട് വിത്തുകൾ പാകുകയാണെങ്കിൽ 5 പയർ വിത്തുകൾ ഇട്ടേക്കുക. എന്നിട്ട് 3 കുറഞ്ഞത് 3 അങ്ങനെയെങ്കിലും മുളച്ച് വരും. ഇനി അതല്ല 5 മുളച്ച് വന്നാലും ബാക്കി 2 പിഴുതു മാറ്റിയാൽ മതി. ഇത് ബീൻസാണ്. ഞാൻ ഈ കുറ്റി ബീൻസ് എന്ന് പറയാം, ബുഷ് ബീൻസ് എന്ന് പറയാം, അതാണ്. പക്ഷേ ഞാൻ ഈ പയർ കിടന്ന പോലെ തന്നെ ഞാൻ 1 കിലോ ബാഗിനകത്ത് 3 വീതം നട്ടിരുന്നു. പക്ഷേ 3 നട്ട് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ല, എല്ലാം തിക്കായിട്ട് വന്നിട്ട് ശരിയായിട്ട് സൂര്യപ്രകാശം ഒന്നും ഉള്ളിലോട്ട് പോകുന്നില്ല. കാരണം പൂവെല്ലാം ആയിട്ടുണ്ട്, പക്ഷേ അത് കറക്റ്റ് ഒരു അളവിൽ വന്നില്ല. കാരണം എല്ലാം തിക്കായിട്ട് നിൽക്കുന്നുണ്ടൊന്നും. അതുകൊണ്ട് കാരണം എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രോ ബാഗിനകത്ത് ബീൻസ്, അതുപോലെ കുറ്റി ബീൻസ് വള്ളി പോലെ പോകുന്നതാണെങ്കിൽ 3 വീതം നടാം. അല്ലാതെ ഈ കുറ്റി ബീൻസ് ആണെങ്കിൽ മാക്സിമം 2 മതി. കാരണം ഇലകളെന്ന് പറയുമ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് ഇലകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം 2 നട്ടാൽ മതി. കാരണം ഈ ചുറ്റിനും ഇങ്ങനെ കൂടി നിൽക്കുന്ന സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ 2 നട്ടാൽ മതി. കാരണം ഞാനിപ്പോൾ 3 നട്ട് ആ ചെറിയ അബദ്ധം പറ്റി. പിന്നെ വഴുതന, നമ്മളെപ്പോഴും ഗ്രോ ബാഗ് വഴുതന നടുമ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഒറ്റ ചൂടാണ് നട്ടേക്കുന്നത്. കാരണം ഈ വഴുതനയുടെ വേരുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളെപ്പോഴും 2-3 ടൈപ്പ് വഴുതന വരും. അതിലെ വെള്ളയുണ്ടല്ല, നീളം വഴുതന അതൊരിക്കലും ഗ്രോ ബാഗിനകത്ത് നടാൻ പറ്റിയതല്ല. ഇങ്ങനെയുള്ള ഈ ബോൾ പോലത്തെ വയലറ്റ് വഴുതന, അതാണ് ഏറ്റവും ഗ്രോ ബാഗിൽ നടാൻ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. നമ്മൾ വലുത് നട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ഗ്രോ ബാഗൊക്കെ പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ വേരുകളൊക്കെ വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിന് എഗ് പ്ലാന്റ് എന്നൊക്കെ പറയും, ആ ടൈപ്പ് വഴുതന. അത് കുറേ ഇനങ്ങളുണ്ട് ഈ വഴുതനയുടെ തന്നെ. പിന്നെ തക്കാളി എന്ന് വെച്ച് കഴിഞ്ഞാലും മറ്റ് പച്ചക്കറി പോലെയല്ല, ഒരുപാട് വേരുകളുള്ള ഇനമാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ ഇത് ഗ്രോ ബാഗിൽ നിന്നൊക്കെ നമ്മളത് പിഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് വേരുകൾ വേണം. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോ ബാഗിനകത്ത് മാക്സിമം 2 വീതമാണ് തൈകൾ നടേണ്ടത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം 3 കാണുന്നുണ്ട്. 3 മറ്റൊന്നുമല്ല, നമ്മൾ ഈ നടുന്ന തക്കാളി തൈ എല്ലാം ശരിയാവണമെന്നില്ല. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തൈകൾ നട്ടിട്ട് അതിൽ ആരോഗ്യക്കുറവുള്ള 1 പിന്നീട് പിഴുതു മാറ്റുകയാണ് ചെയ്യുന്നത്. പിഴുതു മാറ്റി വേറെ എവിടെ നടുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ്. ഇപ്പം കണ്ടില്ല, 3 നട്ടതിൽ 1 നല്ല സ്ട്രോങ് ആയിട്ട് വന്നു, പിന്നെ അടുത്തതും വലിയ കുഴപ്പമില്ലാതെ വരുന്നത്, 3ാമത്തത് തീരെ കൊച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള തീരെ കൊച്ചത് നമ്മളങ്ങ് പിഴുതു മാറ്റിയേക്കണം. പക്ഷെ നടുമ്പം ഒരു 3 തൈകളുണ്ടെങ്കിൽ ഒരു 3 നട്ടോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ 2 നട്ടിട്ടുള്ളൂ. മറ്റേതൊരു പോലെ ഇത് മുളകുമല്ല, പച്ചമുളകിൻ്റെ. ഈ പച്ചമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയുടെ പോലെ തന്നെയാണ്, ഒരുപാട് വേരുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോ ബാഗിനകത്ത് നമ്മൾ നടുന്നത് മാക്സിമം 2 മതി. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും, അതിൻ്റെ വേരുകൾ എല്ലായിടത്തും ഇപ്പോൾ എത്താനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ല വിളവും കിട്ടും. നമ്മൾ 2 കൂടുതൽ നട്ട് കഴിഞ്ഞാൽ ഇപ്പം ചില ആളുകൾ 3 നടും, പക്ഷേ അതിന് ചുവട്ടിലധികം അധികം സ്പേസ് ഇല്ലാതെ അത് ചിലപ്പോൾ മുരടിച്ച് പോവുകയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്രോ ബാഗിനകത്ത് എപ്പോഴും 2 പരമാവധി. കാരണം നമ്മൾ ഈ മുളക് എപ്പോഴും നടുന്ന മുളകിൻ്റെ തൈയാണ് നടുന്നത്. ആ 2 അത് കറക്റ്റ് അളവാണ് 2 എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു ഗ്രോ ബാഗിനകത്ത് പച്ചമുളകാണ് 2 മതി. ഇത് വെണ്ടയാണ്. വെണ്ടയെന്ന് പറയുന്നതിന് 2 ടൈപ്പ് വെണ്ട കിട്ടുന്നു. ഇത് നീളം ഹൈറ്റ് മുകളിലോട്ട് പോകുന്ന വെണ്ടയുണ്ട്. അതാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിനകത്ത് 3 വീതം നടാം. എല്ലാത്തിലും 3 വീതമുണ്ട്. ചില വെണ്ടയുണ്ട് അത് ഈ ഹൈറ്റ് വരാതെ സൈഡിലോട്ട് മുമ്പേ ബീൻസ് കാണിച്ച പോലെ സൈഡിലോട്ട് നിൽക്കുന്നത്, അതാണ് 2 മതി. കാരണം അത് ഭയങ്കര ഇലകളെല്ലാം അവിടെ ഹൈറ്റ് വരാതെ തിക്കായിട്ട് നിൽക്കും. അപ്പോൾ സൂര്യപ്രകാശം ശരിക്ക് ഉള്ളിലായിട്ട് അടിക്കാതെ നമുക്ക് നല്ല വിളവ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് 2 മതി ആ ടൈപ്പാണെങ്കിൽ. ഇതുപോലെ നീളമുള്ള ടൈപ്പാണെങ്കിൽ നമ്മളത് വിത്തുകൾ എടുക്കുന്ന സമയത്ത് അത് നോക്കിയാൽ മതി. ഹൈറ്റ് വരുന്ന വെണ്ടയാണെങ്കിൽ 3 വീതം നടാം. ഹൈറ്റ് ഇല്ലാത്ത ഇനം, അതായത് ഈ കുറ്റി ടൈപ്പാണെങ്കിൽ നമ്മൾ 2 നട്ടാൽ മതി. അത് കറക്റ്റായിരിക്കും. നല്ല വിളവും കാര്യവും സൂര്യപ്രകാശമൊക്കെ കിട്ടാൻ 2 മതിയാകും. അപ്പം നമ്മൾ നോക്കുക, കുറ്റി അത് ഹൈറ്റില്ലാതെ നിൽക്കുന്ന വെണ്ടയാണെങ്കിൽ 2 ഗ്രോ ബാഗിൽ, ഹൈറ്റുള്ളതാണെങ്കിൽ 3. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പടവലം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്ന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.